ഹലോ! ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ ഒരു മക്രോണി റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ മക്രോണി എന്ന് പറയുന്നത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ടിപ്സൊക്കെ ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പറയാം. വാ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ചിക്കനകത്തോട്ടേക്ക് ഞാൻ ഇടുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി ഇല്ലാത്തതിനാൽ നമ്മൾ കുറച്ച് എരിവുള്ള മുളകുണ്ടല്ലോ അതാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ചേർത്തുള്ളൂ, കാരണം മക്കൾക്കും കൂടെ കൊടുക്കാനുള്ളതായത്. അപ്പോൾ ഇത് മൂന്ന് മാത്രം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, നന്നായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ആ മസാല എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലോട്ടേക്ക് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളൊരു പാത്രം അടുപ്പത്തിലോട്ട് വെച്ചിട്ട് അതിലോട്ടേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിനൊന്നും കൃത്യമായ ഒരു അളവില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന മക്രോണി മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ വെള്ളത്തിലോട്ടേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മക്രോണി ഈ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റം ആയതുകൊണ്ടേ പെട്ടെന്ന് സ്റ്റിക്കായി പോകും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ചേർത്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ടേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ഒരു 90% വേവ് വരുന്നവരെ, മുഴുവനായിട്ട് വേവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് മസാലയാക്കുന്ന സമയത്ത് ഒന്നും കൂടി മാറ്റിയിടുമ്പോൾ അത് നന്നായിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് കുക്കാവും. അപ്പം മുറിഞ്ഞു പോവാതിരിക്കാനാണ്. ഒരു 1/4 ഭാഗം വേവാവുന്ന സമയത്ത് നമുക്കിതിനെ ഊറ്റിയെടുക്കാം. അതെ, എൻ്റെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം മക്രോണി ഈ അരിച്ച് മാറ്റുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തോട്ടേക്ക് ഒന്നിക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി പച്ചവെള്ളം ചേർത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തിടുക. അതുപോലെ ചൂടാറുന്നതിന് മുമ്പ് ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ഡ്രൈ ആക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിനകത്തോട്ടേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മൊത്തം ഒന്നിച്ചിട്ടിട്ടാട്ടോ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ടേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഒരു അടപ്പ് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അതിനകത്തോട്ടേക്ക് വെള്ളം വരും. അപ്പം വെള്ളം വരുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആ വെള്ളം വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടപ്പ് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കാരണം ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ ചിക്കനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചെറിയ പീസിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി എടുക്കും കേട്ടോ. ആ അടപ്പ് തുറന്ന് വെച്ചത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അതിനുള്ളിൽ. ഇനി നമുക്ക് ഇതും കൂടെ മാറ്റി വെക്കാം. നേരത്തെ ഞാൻ മക്രോണി വേവിച്ച അതേ പാത്രത്തിലോട്ടേക്കാണ് ഞാനിത് ഇനി മുഴുവനായിട്ടൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്തോട്ടേക്ക് ഞാൻ എടുക്കുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തക്കാളി, ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്, മാഗി ക്യൂബ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം സവാള ചേർത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ ഒന്ന് കളറൊന്ന് മാറി ആ ഒരു പച്ച മണം മാറുന്നവരെ വഴറ്റിയാൽ മതി. നല്ലപോലെ ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ഇതിനെ എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ, മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ലെവലിലോട്ടേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. കാരണം നമുക്ക് ഈ വെജിറ്റബിൾസ് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ആ ഉള്ളി ഒന്ന് കളർ മാറി വന്നതിന് ശേഷം തക്കാളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഞാൻ
ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ അതും അതുപോലെ തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഇതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതും പച്ചമണം മാറുന്നത് വരെ എല്ലാ വെജിറ്റബിൾസും അങ്ങനെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നമ്മുടെ തക്കാളിയും കൂടി ഇതേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും തക്കാളിയും ഉള്ളിയും എല്ലാം ഞാനൊരു ചെറുതായിട്ട് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് കാണാനും കൂടി കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ ചുരുക്കം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. വീട്ടിലുള്ള കുഞ്ഞു മക്കളെ പോലും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇത്. ഞാൻ ഇതിനധികം സ്പൈസി ആക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ മകൾ പോലും നന്നായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഈ മക്രോണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മക്കൾ ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിക്കുന്നവരാണെങ്കിൽ ഇതുപോലും ചെയ്തു കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റമാണ് ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യുക കേട്ടോ. ഞാനിവിടെ മക്കൾക്കും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് മുളക് പൊടിയുടെ അളവും കുരുമുളകിൻ്റെ അളവൊക്കെ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ തരാട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പറൊക്കെ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 75 ആണെങ്കിൽ അവസാനത്തെ നോട്ടിൻ്റെ നമ്പർ എന്താണ്? അതാണ് നിങ്ങൾ ഇന്ന് ആൻസർ ചെയ്യേണ്ടത്, കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ ഗീവ് അവേ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ സൈഡ് കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ ചോദ്യം കേൾക്കുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിനകത്തോട്ടേക്ക് ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെയും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മാഗി ക്യൂബാണ്. ഒരു മാഗി ക്യൂബ് ഫുള്ളായിട്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. പക്ഷേ ഇത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും തരും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇതിനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ ഇതുവരെ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? കാരണം ഞാൻ മക്രോണി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്താണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ അതിനകത്തോട്ടേക്കും ഉപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം എനിക്ക് നേരത്തെ ഞാൻ ഇട്ടിരുന്ന ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ചേർക്കേണ്ടി വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ എല്ലാവരുടെയും മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ മക്രോണീൻ്റെ ടേസ്റ്റ് കിട്ടുന്ന എൻ്റെ സാധനം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ടേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലേനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നല്ലപോലെ അത് തിളക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമ്മുടെ മക്രോണിയിലോട്ടേക്ക് പിടിക്കും. അപ്പോൾ മക്രോണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആവശ്യത്തിൻ്റെ വെള്ളം, 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് ഞാൻ അതിനൊന്ന് തിളക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുകയാണ്. പറയുമ്പോൾ ഒരുപാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഞാൻ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്തി ആവുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ പോലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മക്രോണി റെസിപ്പിയാണിത്. അപ്പം നമ്മുടെ ആ വെള്ളവും കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മക്രോണി, നമ്മൾ നേരത്തെ വേവിച്ച് അരിച്ച് മാറ്റി വെച്ച മക്രോണി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നിച്ച് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ 2 ഭാഗമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം അതിൻ്റെ പകുതി ഒന്ന് ചേർത്തിട്ട് മസാല നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ 2ാം ഭാഗം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മക്രോണി ഇളക്കുന്ന സമയത്ത് അത് മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാട്ടോ. നമ്മൾ ഒന്നിച്ചിട്ടിട്ട് ഇളക്കുന്ന സമയത്ത് അത് മുറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഞാനിത് കുറച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതാണല്ലോ, അപ്പോൾ കുറച്ച് ഭംഗിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ശ്രദ്ധയോടെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് താഴത്തൊരു ചെറിയ കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എന്താണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എല്ലാം വേവിച്ചതായതുകൊണ്ട് ഇനി അധികം വേവിക്കാനൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് നമ്മുടെ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം മല്ലിയില ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. മല്ലിയില ചേർക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത്. നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല, മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. അതാണ് ഇതിന് അവസാനം നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറൊക്കെ തരുന്നത്. അപ്പോൾ മിസ് ചെയ്യാതെ അതൊന്ന് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഈ മക്രോണി ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ആണ് നമുക്ക് അതിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്.
ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് ടൊമാറ്റോ സോസ് ഉപയോഗിക്കാവുന്നതാണ്. അതില്ലാതെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, കാരണം എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത എല്ലാവരും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടാറ്റാ.